അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 ബുധനാഴ്ച. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു. ഇനി ബില്ലിന്മേൽ 8 മണിക്കൂർ ചർച്ച സഭയിൽ നടക്കും. ശേഷം കിരൺ റിജ്ജു സഭയിൽ മറുപടി നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചയിൽ സംസാരിക്കും. എന്നാൽ ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബിൽ അവതരിപ്പിക്കാൻ മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഭേദഗതികളിലെ എതിർപ്പുകൾ പറയാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷക സമരത്തിന്റെ മാതൃകയിൽ വഖഫ് ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനിടയിലും പുതുക്കിയ വഖഫ് ബിൽ സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച പശ്ചാത്തലത്തിലാണ് പ്രതിഷേധ ആഹ്വാനം. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായാലും അതിനെ നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. നാളെ വൈകിട്ട് 3 മണിക്ക് NHM ഓഫീസിൽ വെച്ചാണ് ചർച്ച. മുഴുവൻ സംഘടനകളുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. സമരക്കാർക്കൊപ്പം തൊഴിലാളി സംഘടനകളായ CITU, INTUC നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് 3ാം തവണയാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുമായി ചർച്ച നടത്തുന്നത്. CPM 24ാം പാർട്ടി കോൺഗ്രസിനെ തമിഴ്നാട്ടിലെ മധുരയിൽ കൊടിയേറി. പാർട്ടി കോൺഗ്രസിനെ തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് ബിമൻ ബോസ് പതാക ഉയർത്തി. കേരള സർക്കാരിനെതിരായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്ത പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലെ വിവരങ്ങളും പുറത്തുവന്നു. സർക്കാരിനെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിൽ കോൺഗ്രസ് പങ്കാളിയാകുന്നുവെന്നും അധിക വരുമാനം കണ്ടെത്താനുള്ള കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രമേയത്തിൽ പറയുന്നു. CPM സംഘടനാ റിപ്പോർട്ടിൽ കേരളത്തിലെ SFIക്ക് വിമർശനം. കേരളത്തിലെ SFIയിൽ തെറ്റായ പ്രവണതകളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ പാർട്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു. ക്യാമ്പസുകളിൽ SFI ശക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവരെ പാർട്ടി തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രകാശ് കാരാട്ട് CPM തലപ്പത്ത് തുടരില്ലെന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ MV ഗോവിന്ദൻ പറഞ്ഞു. MA ബേബി പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയാകുമോ എന്നതിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നും പ്രായപരിധിയിൽ ഇളവ് പിണറായി വിജയന് മാത്രമേ ഉണ്ടാകൂവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PB അംഗങ്ങൾക്ക് മേൽ നിയന്ത്രണം വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. PB അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്തുമെന്നും പാർട്ടി കോൺഗ്രസ് ഉയർത്തുന്ന ദൌത്യങ്ങൾ PB അംഗങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും CPM സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. പാർലമെന്ററി വ്യാമോഹം വിഭാഗീയതയിലേക്കും അഴിമതിയിലേക്കും നയിക്കുന്നുവെന്നും പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. PBയിലെ ദളിത് പ്രാതിനിധ്യം കൂട്ടുകയല്ല പാർട്ടി കോൺഗ്രസിന്റെ അജണ്ട എന്നും ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും ഡോക്ടർ രാമചന്ദ്ര ഡോം പറഞ്ഞു. 6 പതിറ്റാണ്ടു പിന്നിട്ട CPMന്റെ ചരിത്രത്തിൽ PBയിലെ ഏക ദളിത് മുഖമാണ് പശ്ചിമബംഗാളിൽ നിന്നുള്ള മുൻ ലോക്സഭാംഗം കൂടിയായ ഡോക്ടർ രാമചന്ദ്ര ഡോം. പാർട്ടി കോൺഗ്രസിനെ UK നിന്നെത്തിയ പ്രതിനിധിയെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ച് CPM. UK മലയാളിയും പത്തനംതിട്ട സ്വദേശിയുമായ രാജേഷ് കൃഷ്ണയെയാണ് കേന്ദ്ര കമ്മിറ്റി തിരിച്ചയച്ചത്. കേരളത്തിലെ ചില ഉന്നത നേതാക്കളുമായി അടുപ്പമുള്ള രാജേഷിന്റെ വിവാദ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി പരാതി എത്തിയതോടെയാണ് അസാധാരണ പുറത്താക്കൽ. CPM പാർട്ടി കോൺഗ്രസിനെ കുടുംബസമേതം എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടല്ല പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്നും പല പ്രാവശ്യം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നും വീണ വിജയൻ പറഞ്ഞു.
സംസ്ഥാന സർക്കാരിന്റെ സമ്മർ ബമ്പർ അടിച്ചത് പാലക്കാട്ട്. SG 513715 എന്ന ടിക്കറ്റിനാണ് 10 കോടി രൂപയുടെ ഒന്നാം സമ്മാനം. റീ എഡിറ്റ് പതിപ്പ് പുറത്തിറങ്ങിയതിനു ശേഷവും എമ്പുരാൻ സിനിമയ്ക്കെതിരെ വീണ്ടും RSS മുഖപത്രമായ ഓർഗനൈസർ. റീ എഡിറ്റ് ചെയ്തിട്ടും സിനിമയിൽ ദേശവിരുദ്ധതയും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയും തുടരുന്നുവെന്നും മുരളീഗോപി അരാജകത്വം പടർത്തുന്നുവെന്നും ഓർഗനൈസറിന്റെ ലേഖനത്തിൽ പറയുന്നു. ദേശവിരുദ്ധതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ലേഖനത്തിലുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ ഈ മാസം 11-ാം തീയതി പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതി. മധ്യവേനൽ അവധിക്ക് മുൻപ് വിചാരണ പൂർത്തിയാക്കണമെന്ന് പ്രോസിക്യൂഷനോടും പ്രതിഭാഗത്തോടും വിചാരണ കോടതി നിർദ്ദേശം നൽകി. അന്തിമവാദം പൂർത്തിയായ ശേഷം കേസ് വിധി പറയാനായി മാറ്റും. 8ാം പ്രതിയായ ദിലീപിന്റെ അന്തിമവാദമാണ് നിലവിൽ 1.5 മാസമായി വിചാരണ കോടതിയിൽ നടക്കുന്നത്. ആദിവാസി യുവാവ് ഗോകുലിനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധം ഉയർത്തി കോൺഗ്രസ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർക്കാർ നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അന്വേഷണമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കൊപ്പം കാണാതായ അമ്പലവയൽ സ്വദേശി ഗോകുലിനെ പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഒരു നടപടികളും പാടില്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം വിശദമായ വാദം കേൾക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന സുഹൃത്ത് സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. യുവതിയുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് എടപ്പാൾ സ്വദേശിയായ സുഗാന്താണെന്നാണ് ആരോപണം. ഒളിവിലുള്ള സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സുഗാന്ത് രാജ്യം വിട്ടുപോകാതിരിക്കാനാണ് നോട്ടീസിറക്കിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. വിവാദങ്ങൾക്ക് ശേഷം അവധിയിൽ പോയ ബാലു ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടതായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് മാത്രമാണ് രാജിക്കത്തിലുള്ളത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്ന് അവധിയിൽ പോയ കഴകക്കാരൻ ബാലു രാജിക്കത്ത് നൽകിയ സംഭവത്തിൽ തന്ത്രിമാർക്കും കൂടൽമാണിക്യം ദേവസ്വം ബോർഡിനുമെതിരെ തുറന്നടിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. റിക്രൂട്ട്മെന്റ് ബോർഡിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ക്ഷേത്രം തന്ത്രി വന്നില്ലെന്നും ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ നിലപാട് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ 1.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. ചെന്നൈ സ്വദേശി ക്രിസ്റ്റീന എന്ന് വിളിക്കുന്ന തസ്ലീമ സുൽത്താൻ, മണ്ണാഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത്. സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ടെന്ന് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ മുഖ്യപ്രതി പങ്കജ് മേനോൻ പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തിരുവനന്തപുരം കല്ലമ്പലത്ത് നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികൾ 7ആയി. 1-ാം പ്രതി അലുവ അതുൽ ഉൾപ്പെടെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. മാർച്ച് 27 പുലർച്ചെയാണ് കരുനാഗപ്പള്ളിയിലെ വീട്ടിലെത്തി പ്രതി ജിം സന്തോഷിനെ 6-അംഗ ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത്. എറണാകുളം ഷൊർണൂർ റൂട്ടിൽ ആധുനിക സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി അവസാനഘട്ടത്തിലേക്ക്. ഈ റൂട്ടിലുള്ള റെയിൽവേ ട്രാക്കിലെ വളവുകൾ നിവർത്തുക കൂടി ചെയ്യുന്നതോടെ ട്രെയിനുകൾക്ക് നിലവിലുള്ളതിനേക്കാൾ വേഗത കൈവരിക്കാൻ സാധിക്കും. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന വന്ദേഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ ഈ റീച്ചിൽ 80 കിലോമീറ്റർ വരെ, അതായത് പകുതി വേഗതയിലാണ് സർവീസ് നടത്തുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനെ ഭാരതരത്ന നൽകണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. സുനിതയെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്നതിലൂടെ സുനിതയുടെ ബഹിരാകാശത്തു നിന്നുള്ള തിരിച്ചുവരവിന്റെ ആഘോഷം രാജ്യത്ത് പൂർത്തിയാക്കുമെന്നും തൃണമൂൽ MP നദീമുൽ ഹഖ് പറഞ്ഞു.
2007 സുനിത നാട്ടിൽ വന്നപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആദരിക്കാൻ തയ്യാറായില്ലെന്നും MP പറഞ്ഞു. പഞ്ചസാര വിലവർധന തടയാനുള്ള ശക്തമായ നടപടികളുമായി കേന്ദ്രം. പ്രതിമാസം കൈവശം വയ്ക്കാവുന്ന പഞ്ചസാര സ്റ്റോക്ക് പരിധി ലംഘിക്കുന്ന പഞ്ചസാര മില്ലുകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ ഉപഭോക്തൃ കാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പൂഴ്ത്തിവയ്പ് തടയുന്നതിനും വിലവർധനവ് നിയന്ത്രിക്കുന്നതിനുമായാണ് വെളുത്തതോ ശുദ്ധീകരിച്ചതോ ആയ പഞ്ചസാരയുടെ പ്രതിമാസ സ്റ്റോക്ക് പരിധി മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്നത്. 5 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയുടെ പിതാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ പ്രീ സ്കൂൾ പ്രിൻസിപ്പലും സഹായികളും അറസ്റ്റിൽ. ശ്രീദേവി റുഗാഡി എന്ന അധ്യാപികയും സഹായികളായ ഗണേഷ് കാലെ, സാഗർ എന്നിവരുമാണ് അറസ്റ്റിലായത്. ശ്രീദേവിയും വിദ്യാർത്ഥിനിയുടെ പിതാവും പ്രണയത്തിലായിരുന്നുവെന്നും ഇയാളിൽ നിന്നും പലപ്പോഴായി ശ്രീദേവി പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ ജയിലിലായിരുന്ന ആൾദൈവം ആശാറാം ബാപ്പുവിന് ജാമ്യം. 2013 13കാരിയെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്നതിനിടെയാണ് ജാമ്യം ലഭിച്ചത്. ചികിത്സയ്ക്ക് വേണ്ടി 3 മാസത്തെ ഇടക്കാല ജാമ്യമാണ് നൽകിയിരിക്കുന്നത്. ജാമ്യം നൽകിയതിന് പിന്നാലെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ഗബ്രിയേൽ ബോറിക് നടത്തുന്ന ഇന്ത്യ സന്ദർശനത്തിലാണ് അദ്ദേഹം മോദിയെ പ്രശംസിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ സെലൻസ്കി, വ്ളാഡിമിർ പുടിൻ എന്നിങ്ങനെ എല്ലാ നേതാക്കളുമായും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഒരേയൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും യൂറോപ്യൻ യൂണിയനിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയുമെല്ലാം നേതാക്കളെ ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും മോദിക്കുണ്ടെന്നാണ് ഗബ്രിയേൽ ബോറിക് അഭിപ്രായപ്പെടുന്നത്. പാകിസ്ഥാനിൽ ഭൂചലനം. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 2:58 പാകിസ്ഥാനിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ക്യാൻസർ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കാരണം കഴിഞ്ഞയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചാൾസ് രാജാവ് തിരികെയെത്തി. ചികിത്സയ്ക്ക് ശേഷമുള്ള തന്റെ ആദ്യത്തെ പൊതുപരിപാടിയിൽ ചൊവ്വാഴ്ച പങ്കെടുത്തു. ചികിത്സയ്ക്ക് ശേഷം ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പൊതുപരിപാടികൾ റദ്ദാക്കിയിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ മാരത്തൺ പ്രസംഗവുമായി ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ. ശാരീരികമായി കഴിയുന്നിടത്തോളം താൻ ഇവിടെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് 55കാരനായ ബുക്കർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന പ്രസംഗം 25 മണിക്കൂർ 5 മിനിറ്റ് നേരം നീണ്ടുനിന്നു. സെനറ്റ് ചേംബറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമെന്ന റെക്കോർഡും ഇത് സ്വന്തമാക്കി. ഇസ്രായേൽ സൈന്യം ഗാസയിൽ കരയാക്രമണം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസ മുനമ്പിലെ ബഫർ സോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.